ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, യോഹന്നാന്റെ സുവിശേഷം 19, 26, 27 തൻ്റെ കുരിശിനരികെ തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ട് ഈശോ ശിഷ്യനോട് അരുളിച്ചെയ്ത്, ഇതാ നിൻ്റെ അമ്മ. പ്രിയമുള്ളവരെ, ഇന്ന് ജൂലൈ 13 പരിശുദ്ധ റോസാമിഷ്ടിക മാതാവിൻ്റെ തിരുനാൾ തിരുസഭ ആഘോഷിക്കുകയാണ്. 1947 ഇറ്റലിയിൽ ഒരു നേഴ്സിന് പരിശുദ്ധ അമ്മ 3 പൂക്കളോടുകൂടി പ്രത്യക്ഷപ്പെട്ടു. 1 സ്വർണ്ണ നിറത്തിലുള്ള പൂവ്, 2 ചുമല നിറത്തിലുള്ളത്, 3 വെള്ള നിറത്തിലുള്ള. ഈ 3 പൂക്കളും പരിശുദ്ധ അമ്മ പറഞ്ഞത് പ്രാർത്ഥന, പരിത്യാഗം, പ്രായശ്ചിത്തം. പ്രത്യേകമായിട്ട് എല്ലാ 13-ാം തീയതിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. 11 പ്രായത്തോളം പ്രത്യക്ഷപ്പെട്ടു. പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതെല്ലാം കൂടുതലായി സമർപ്പിതർക്ക് വേണ്ടിയും വൈദികർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്നാണ്. പ്രത്യേകിച്ച് സഭ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ സഭ വിട്ടുപോകർ, അങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമർപ്പിതർക്കും വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കാനാണ്. വചനത്തിക്കറിഞ്ഞ് താൻ സ്നേഹിച്ച ശിഷ്യൻ കുരിശിനരികെ നിൽക്കുന്നുണ്ട്. ഈശോ യോഹന്നാനെ ഇതാ നിൻ്റെ അമ്മ എന്നല്ല പറഞ്ഞത്, ശിഷ്യ ഇതാ നിൻ്റെ അമ്മ. അതായത് യേശുവിനെ ആരെല്ലാം രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നോ അവരുടെ എല്ലാ അമ്മയാണ് പരിശുദ്ധ അമ്മ. നമ്മളുടെ പരിശുദ്ധ അമ്മ കർത്താവിൻ്റെ ഹിതം നിറവേറ്റിയ വ്യക്തിയാണ്. നമുക്ക് വേണ്ടി സ്വർഗത്തിൽ തിരുക്കുമാരൻ്റെ പക്കൽ മധ്യസ്ഥപേക്ഷിക്കുന്ന ആണ് പരിശുദ്ധ അമ്മ. അമ്മയുടെ ഫാത്തിമയിലും ലൂർദിലും എല്ലാം അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതാണ്, തൻ്റെ തിരുക്കുമാരൻ്റെ പക്കലേക്ക് തിരിച്ചു വരുവിൻ, അവൻ പറയുന്നത് പോലെ ചെയ്യും. കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ പറഞ്ഞു, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. പ്രത്യേകിച്ച് ജപമാല ആവർത്തിച്ച് ചെല്ലുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള ഒത്തിരിയേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും ജപമാല വഴിയായിട്ട്, അതായത് ജപമാലയെക്കുറിച്ച് വിശുദ്ധ ജോൺ പോൾ പാപ്പ പറയുന്ന ഇതാണ്, അമ്മയുടെ മടിയിലിരുന്ന് ഈശോയെ ധ്യാനിക്കുന്നതാണ് ജപമാല. പ്രിയമുള്ളവരെ, ഈ എല്ലാ വിശുദ്ധത്തെയും കയ്യിൽ നമുക്ക് കാണാൻ സാധിക്കും ജപമാല. കാരണം വിശുദ്ധർക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് സ്വർഗം സന്തോഷിക്കുന്നതും അതുപോലെ തന്നെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് ഇതാണ്, നിങ്ങൾ അനേകം ജപമാല ചെല്ലുവിൻ, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, ലോകത്തിൽ യുദ്ധങ്ങൾ ഇല്ലാതാകാൻ വേണ്ടി, സമാധാനം ഉണ്ടാകാൻ വേണ്ടി. അതായത് ജപമാലയിലുള്ളത് തിരുവചനങ്ങളാണ്. വചനങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടും, നമ്മളായിരിക്കുന്ന സ്ഥലം വിശുദ്ധീകരിക്കപ്പെടും. അതോടൊപ്പം തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ പൂർത്തിയാവുകയും ചെയ്യും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:27 പറയുന്നു, അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിലൊരുങ്ങി. ഇത് പുലർകാല വെളിച്ചത്തിൽ മനുഷ്യരെ എഴുന്നേറ്റ് ദൈവത്തിന് നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കണമെന്ന് സൂചനയാണ്. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിലുണ്ടാകുന്ന നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ, പ്രത്യേകിച്ച് 4 കൊന്ത മുഴുവൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ അമ്മയുടെ ഒരു വാഗ്ദാനമാണ്, അമ്മ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സഹായിക്കും. നമ്മൾ ഏത് നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ നിയോഗം നമുക്ക് സാധിക്കും. അതായത് പ്രഭാതം എന്ന് പറയുമ്പോൾ സ്വർഗം തുറക്കുന്ന സമയം 3 മണി തൊട്ടുള്ള സമയമാണ് പ്രഭാതം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ മർക്കോസ് 1:35 ഈശോ അതിരാവിലെ ഉണർന്ന് മലമുകളിലേക്ക് പോയി. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:14 പറയുന്നുണ്ട്, പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ജ്ഞാനം ലഭിക്കും. പ്രിയമുള്ളവരെ, വിശുദ്ധരുടെ എല്ലാം ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അവർ പ്രഭാതത്തിലുണർന്ന് പാദ്രി പിയോയൊക്കെ 1 മണിക്ക് എഴുന്നേറ്റിരുന്ന് ജപമാല എല്ലാം നടന്നുമായിരുന്നു. 10:40 കൊണ്ട് ജപമാല ചെല്ലുമായിരുന്നു പാദ്രി പിയോയൊക്കെ. പ്രിയമുള്ളവരെ, ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് സ്വർഗം തുറക്കുന്ന സമയമാണ് പ്രഭാതം. പകൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മൾ നിൽക്കുന്നിടത്ത് നിൽക്കുകയുള്ളൂ, വളരുകയില്ല, നിലനിൽപ്പിൻ്റെ വരവുണ്ട്. എന്നാൽ പ്രഭാതത്തിലുണർന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ വളരുന്നത്. പ്രിയമുള്ളവരെ, ഈ റോസാമിഷ്ടിക മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രഭാതത്തിലുണർന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തിന് നന്ദി പറയുവാൻ, അങ്ങനെ നമ്മുടെയും മറ്റുള്ളവരെയും വിശദീകരണം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥനയും പ്രായശ്ചിത്തവും പരിഹാരവും ചെയ്ത് ഒരു വിശുദ്ധ ജീവിതം നയിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഇന്ന ദിവസം പ്രാർത്ഥിക്കാം. ഈശോയുടെ പരിശുദ്ധ രക്തത്തിൻ്റെ സംരക്ഷണം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ നീലങ്കയുടെ സംരക്ഷണം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സംരക്ഷണം ലഭിക്കട്ടെ. എല്ലാവരെയും ഈശോ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.